എസ് കെ പിണറായി നമ്മൾ നേരത്തെ ദിലീപേട്ടൻ പറഞ്ഞതുപോലെ വി.എസ്. അച്യുതാനന്ദൻ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാവണം എന്ന് കേരളത്തിന്റെ പൂർവ്വകാല മാതൃകകളെ മാറ്റിക്കൊണ്ട് ഒരുപക്ഷെ വരുംകാലത്തേക്കുള്ള മാതൃകയെ വെച്ചിരിക്കുന്ന ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പദവിയാണ്. മതികെട്ടാനടക്കം അദ്ദേഹം നടത്തിയ ധീരോദാത്തമായ പോരാട്ടങ്ങൾ, സമരമുഖങ്ങളിലൊക്കെ പോയി അവിടെ പോയി ഇരിക്കുന്ന, അല്ലെങ്കിൽ രാത്രി PSC ഉദ്യോഗാർത്ഥികളുടെ കൂടെ ആ സെക്രട്ടറിയേറ്റിന് മുന്നിൽ പുതച്ച് കിടക്കുന്ന അത്ര ഒരു വി.എസ്. സുരയ്ക്ക് വലിയ ആവേശകരമായ ഒരു മുന്നനുഭവമുണ്ട്. അതുപോലെ ആ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ആരോഗ്യമൊക്കെ ബാക്കിയുണ്ടോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാൻ ഇടയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴുമുള്ള എൻ്റെ ധാരണ. മിക്കവാറും കെ എൻ ബാലഗോപാലർക്ക് ഒരുപക്ഷെ ആ നറുക്ക് വീഴാനിടയുണ്ട്. അതല്ലാതെ വേറെ ആരുമില്ല എന്ന പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ കെ എൻ ബാലഗോപാൽ ഒരു സാത്വിക മുഖമുള്ള ഒരു മിതഭാഷിയായ ഒരു നേതാവാണ്. എസ് കെ നോക്കൂ, ഈ ഭരണപക്ഷത്തേക്ക് വരുന്നത് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല അടക്കം, വി.ടി. ബൽറാം അടക്കം, ഫാത്തിമ തഹ്ലി വരെ നീണ്ടു നിൽക്കുന്ന തീപ്പൊരികളായ ഗടാഗടിയന്മാരായ നേതാക്കൾ ഉള്ള 102 പേർ നിരന്നിരിക്കാൻ പോകുന്ന ട്രഷറി ബെഞ്ചാണ്. ലീഗിന്റെ അടക്കം, കുഞ്ഞാലിക്കുട്ടി അടക്കം വലിയ നേതാക്കൾ നിരന്നിരിക്കുന്ന ട്രഷറി ബെഞ്ചാണ്. അതിനെ എതിർത്ത് നിൽക്കുന്നത് ആകെ 35 പേരേ ഉള്ളൂ. ഈ പറയുന്ന ആ പ്രതിപക്ഷ ബെഞ്ചിലെ LDF-ന്റെ അംഗങ്ങളായി അവിടെ ഇരിക്കാനുള്ളത്. അതുകൊണ്ട് മാത്രം ബാക്കി 3 പേർ ബി.ജെ.പിക്കാരാണ്. കേവലം ബി.ജെ.പിക്കാരല്ല സ്കേൻ. അതിലൊരാൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ. ഒരാൾ വി. മുരളീധരൻ കേന്ദ്ര മന്ത്രിയായിരുന്ന പാരമ്പര്യമുള്ള പരിചയസമ്പത്തുള്ള വലിയ നേതാവാണ്. മൂന്നാമത്തെ ആൾ ഒരു നേതാവ്. പക്ഷേ ഈ 2 നേതാക്കൾ അവിടെയുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നതിൽ, അല്ലെങ്കിൽ ധർമ്മം നിർവഹിക്കുന്നു എന്ന് പുറത്തു തോന്നാത്തവണ്ണം LDF പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ ആ പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പെർസെപ്ഷൻ അത് ബി.ജെ.പി കൊണ്ടുപോകുന്നു എന്ന ഒരു ആംഗിൾ പുറത്തുണ്ടാവാനിടയുണ്ട്. അത് വരും കാലങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ നേട്ടമാകാനിടയുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് എസ് കെ ഇപ്പോൾ വി. ശിവൻകുട്ടി പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദ്ദേഹം വേറൊരു മുഖമായിരുന്നു എന്ന് പറഞ്ഞാൽ, ബാർക്കോഴ സമയത്ത് അതിന് മുന്നിൽ സമരം നടത്തുക പോലെ വേറൊരു മുഖമായിരുന്നു. പക്ഷേ അദ്ദേഹം മന്ത്രിയാകുമ്പോഴേക്കും അദ്ദേഹം കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്. സ്പീക്കർ A.N. ഷംസീർ CPM ഭാഗമായി നിൽക്കുമ്പോൾ വേറൊരു മുഖമായിരുന്നു, സ്പീക്കർ ആകുമ്പോൾ മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ റോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ മാറാം. അതുകൊണ്ട് പിണറായി വിജയൻ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പ്രത്യേക കാലഘട്ടത്തിൽ അവിടെ പ്രതിപക്ഷത്തിന്റെ മുഖമായി അവിടെ നിൽക്കേണ്ട ആവശ്യകത സഭയ്ക്കകത്തുണ്ട് എന്നാണ് എൻ്റെ ധാരണ. അദ്ദേഹം അതിന് തയ്യാറാവും എന്ന് തന്നെ കരുതുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.